ഡയാലിസിസ് രോഗികളും കൂട്ടിരിപ്പുകാരും തയ്യാറാക്കിയ LED ബോട്ടിൽ ലൈറ്റ് ശ്രദ്ധേയമാകുന്നു. ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ വേറിട്ട കാഴ്ച അതിജീവനത്തിന്റെ അടയാളപ്പെടുത്തൽ. ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് വിധേയരാകുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ തയ്യാറാക്കിയതാണ് ആരെയും ആകർഷിക്കുന്ന മനോഹരമായ LED ബോട്ടിൽ ലൈറ്റ്. ചേർത്തല പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും സ്റ്റാഫ് അംഗങ്ങൾക്ക് അടക്കം നമുക്ക് കാണുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഡയാലിസിസ് നടത്താനായിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ അകത്തോട്ട് കയറ്റി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ആൾക്കാരുടെ വിഷമം അതിപ്പോൾ പറഞ്ഞറിയിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. കാരണം ഒരാളുടെ വിഷമം എങ്ങനെയാണെന്നുള്ളത് അയാൾക്ക് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. 3-4 മണിക്കൂർ നമ്മളൊരു പേഷ്യൻറ്റിനെ നമ്മളൊരു റൂമിലേക്ക് ആരും കാണാതെ നമ്മൾ കയറ്റി കഴിയുമ്പോഴത്തേക്കും പുറത്തിരിക്കുന്നവർക്ക് വളരെയധികം വിഷമങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വിഷമങ്ങളിൽ നിന്ന് നമുക്കൊരു ഒരു മാറ്റം, കാര്യം ഒന്നും അറിയാതിരിക്കുന്നതായിട്ടുള്ള 3-4 മണിക്കൂറുകൾ എങ്ങനെ നമ്മൾ തള്ളി നീക്കണം എന്നുള്ളതായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇരിക്കുമ്പോഴാണ് നമ്മുടെ സബീഷും അതുപോലെ തന്നെ ശ്രീജ സിസ്റ്ററും കൂടി ഇങ്ങനെ ഒരു കാര്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ കൊണ്ടുവന്നപ്പോഴത്തേക്കും ആദ്യമേ നമ്മൾക്കതത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. കാരണം അതെങ്ങനെ ജനങ്ങൾ ഏറ്റെടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൂട്ടിരിപ്പിന് വരുന്നതായിട്ടുള്ള ആൾക്കാർ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതായിട്ടുള്ള ഒരു വിഷമമുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് നഗരസഭയോട് ഇത് ആവശ്യപ്പെടുകയും നഗരസഭയുടെ അന്നത്തെ ചെയർപേഴ്സണായിരുന്ന ലിസി ടോമി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ആ ആരോഗ്യ കമ്മിറ്റിയിലേക്ക് തന്നെ നമ്മളിത് പ്രപ്പോസൽ വയ്ക്കുകയാണ് ചെയ്തത്. അപ്പം അന്ന് സബീഷ് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ശ്രീജ, ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളതായിട്ടുള്ളൊരു കാര്യം, ഒരു 10,000 രൂപ മതി ആദ്യമേ. അങ്ങനെ നമ്മൾക്ക് കിട്ടുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും പേരിടാം, അതായത് എത്രയോ പേര് വരുന്നു അവിടെ ബൈസ്റ്റാൻഡർമാരായിട്ട് ഇരിക്കുന്നു, അത്രയും പേരുടേതായിട്ടുള്ള മാനസിക വിഷമം നമ്മൾക്ക് മാറ്റുവാനായിട്ട് സാധിക്കും ചേച്ചി എന്നുള്ളതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ വന്നത്. വൈസ് ചെയർമാൻ TS അജയകുമാർ അധ്യക്ഷനായി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുജ അലോഷ്യസ് സ്വാഗതം പറഞ്ഞു. ഒഴിഞ്ഞ ചില്ലുകുപ്പിയും LED ലൈറ്റും അലങ്കാര ചരടുകളും ഉപയോഗിച്ച് കരകൗശല നിർമ്മാണം പരിശീലിപ്പിച്ചത് പരിസ്ഥിതി പ്രവർത്തകനായ R. സബീഷ് മണവേലിയാണ്. നഗരസഭ വാങ്ങി നൽകിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. വൃക്കരോഗികൾക്കുള്ള സഹായം എന്ന നിലയിലും പരിസ്ഥിതിക്ക് ദോഷമായേക്കാവുന്ന ചില്ലുകുപ്പികളുടെ പുനരുപയോഗവും എന്ന നിലയിലുമാണ് പദ്ധതി പുരോഗമിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകനായ R. സബീഷ് മണവേലി, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ശോഭ ജോഷി, മാധുരി സാബു, കൗൺസിലർമാരായ ലിസി ടോമി, MK പുഷ്പകുമാർ, RMO ഡോക്ടർ A. അജുമൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിൻമീഡിയ, ചേർത്തല.